Hi, in CERT Structure of Atom exercise questions in part 7 വീഡിയോയിലാണ് നമ്മൾ എന്നുള്ളത്. So the first question is, a 25-watt bulb emits monochromatic yellow light of wavelength 0.57 micrometers. Calculate the rate of emission of quanta per second. നമുക്ക് റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു സെക്കൻഡിൽ എത്ര എമിഷൻ നടക്കും ക്വാണ്ടത്തിൻ്റെ. ഓക്കെ, സോ നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ എന്താണ്? പവറിൻ്റെ ഇക്വേഷൻ എന്താ? സോ പവർ ഈസ് ഈക്വൽ ടു എനർജി ബൈ ടൈം എന്നുള്ളതാണ്. ഓക്കെ, എന്ന് വെച്ചാൽ എനിക്ക് വേണ്ട ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് ഫ്രം ദ ഗിവൺ ഡാറ്റ. തന്നൊരു കാര്യം എന്ന് വെച്ചാൽ അവർ പവറിൻ്റെ കാര്യം തന്നെ അല്ലേ, 25 വാട്ടാണ് ആ ബൾബിൻ്റെ പവർ എന്ന് പറയുന്നത്. സോ നമുക്ക് നിലവിൽ പവറിനുള്ളൊരു ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ലേ. എനർജി ബൈ ടൈം ആണ് നമ്മൾ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് വി നോ ഫ്രം ദ Planck's quantum theory, energy is equal to nhc by lambda. ആൻഡ് ഓൾറെഡി നമുക്കിവിടെ ഒരു ടി ഉണ്ട്. സോ ഞാൻ ആ ടി ഇക്വേഷനിലേക്ക് കൊടുക്കുകയാണ്. സോ ടി ഇൻറ്റു ലാംഡ. സോ NHC ബൈ ടി ഇൻറ്റു ലാംഡ എന്നുള്ളതാണ് പവറിൻ്റെ ഇക്വേഷൻ. ശരിയല്ലേ? ഓക്കെ, സോ നമുക്കിനി എന്ത് വേണം? റേറ്റ് ഓഫ് എമിഷൻ ഓഫ് ക്വാണ്ട പെർ സെക്കൻഡ് വേണം. ശരി, നോക്കിക്കട, റേറ്റ് ഓഫ് എമിഷൻ ഓഫ് ക്വാണ്ട പെർ സെക്കൻഡ്. അപ്പോൾ ഒരു സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ടൈം എന്താക്കിയെടുക്കാം? 1 ആക്കിയെടുക്കാം. റെഡി? സോ ഇവിടെ നമ്മൾ എടുക്കുന്ന ടി എന്ന് പറഞ്ഞാൽ ടി സ്റ്റാൻഡ്സ് ഫോർ ടൈമാണ്. സോ ഇവിടെ എൻ ബൈ ടി അപ്പോൾ എന്താ വിളിക്കാൻ എനിക്ക് പറ്റും? എൻ ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ക്വാണ്ട അല്ലേ. ആൻഡ് ടൈം താഴെയുണ്ട്. സോ നമ്പർ ഓഫ് ക്വാണ്ട പെർ യൂണിറ്റ് ടൈം, അതല്ലേ റേറ്റ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? HC ബൈ ലാംഡ എന്ന് പറയുന്ന മുഴുവൻ ആളുകളെയും ഇപ്പുറത്തേക്ക് എടുക്കാം. സോ the equation will become n by t is equal to p into lambda divided by h into c. Okay, so പവറിൻ്റെ വാല്യൂ എത്ര ഇവിടെ? ഇറ്റ് ഈസ് 25 ഇൻറ്റു വാട്ട് ഇസ് ലാംഡ ഹിയർ? 0.57 മൈക്രോമീറ്റേഴ്സ് ആണ്. പഠിച്ചു വയ്ക്കുക, 1 മൈക്രോമീറ്റർ ഇസ് ഈക്വൽ ടു 10⁻⁻6 മീറ്റേഴ്സ് ആണ്. ശരി, ഓൾ ഇൻറ്റു 10⁻⁻6 നമ്മൾ മീറ്റേഴ്സിലേക്ക് മാറ്റണം, കാരണം SIയിലേക്ക് മാറ്റണമെന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു അല്ലേ. നൗ HCൻ്റെ വാല്യൂ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു. H ഇൻറ്റു C രണ്ടും കോൺസ്റ്റൻസ് ആണ്. സോ യു ക്യാൻ റൈറ്റ് ദ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 2 ഇൻറ്റു 10⁻⁻25. സോ 2 ഇൻറ്റു 10⁻⁻25. സോ നമ്മൾ ഈ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഓൾമോസ്റ്റ് ദ വാല്യൂ ഈസ് ലൈക്ക് 7.169 ഇൻറ്റു 10⁻⁹ സെക്കൻഡ് ഇൻവേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന ഡാറ്റ. ശരി, നമുക്കല്ലാതെ സിംപ്ലിഫൈ ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് മനസ്സിലാക്കി വെക്കുക. തന്ന ഡാറ്റ നമ്മൾ വേണ്ട ഇക്വേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുത്തു. സോ ഇത് നിങ്ങൾ പ്രത്യേകം പഠിച്ചു വെച്ചാൽ അത് നല്ലതാണ്. ഓക്കെ, മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, so the next question, 2.12. The electrons are emitted with zero velocity from a metal surface when it exposed to a radiation of wavelength 6800 angstrom. Calculate the threshold frequency and the work function of the metal. നമുക്ക് രണ്ടും കണ്ടുപിടിക്കണം. ശരി, എടാ നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു h nu മൈനസ് h nu 0. ഇത് എവിടെ നിന്ന് പഠിച്ചതാ? ഫ്രം ദ പാർട്ട് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ ഇതിനകത്ത് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താടാ? ഇറ്റ് ഈസ് ഹാഫ് mv², വിച്ച് ഈസ് ഈക്വൽ ടു h nu മൈനസ് h nu 0 എന്നല്ലേ വരിക. ഓക്കെ, സോ നെക്സ്റ്റ് ഇവിടെ അവർ പറഞ്ഞു വെലോസിറ്റീൻ്റെ വാല്യൂ എന്താണ്? അത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഹാഫ് mv² മൊത്തം എന്തായി പോകും? 0 ആയി പോകും. സോ നമുക്ക് എന്ത് എഴുതേണ്ടി വരും? 0 ഈക്വൽ ടു h nu മൈനസ് h nu 0 എന്ന് എഴുതണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ പറയുന്ന h nu എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് എടുത്തൂടെ, കാരണം ഇവിടെ 0 അല്ലേ. സോ മൈനസ് h nu കൊണ്ട് എന്താവും? ഇറ്റ് വിൽ ബി പ്ലസ് h nu. therefore we can write h nu 0 ഈക്വൽ ടു h nu എന്ന് കൊടുത്തൂടെ. h nu 0 എന്ന് പറഞ്ഞാലും h nu പറഞ്ഞാലും രണ്ടും എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന കോമൺ ടേംസിനെ ക്യാൻസൽ ആയിക്കൂടാ. ഇവിടെയും h ഉണ്ട്, ഇവിടെയും h ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് nu 0 ഈക്വൽ ടു ന്യൂ തന്നെ. ആൻഡ് വാട്ട് ഈസ് ന്യൂ? ഇറ്റ് ഈസ് c ബൈ ലാംഡ. ശരിയല്ലേ? ആൻഡ് വാട്ട് ഈസ് c? 3 ഇൻറ്റു 10⁻⁸ ഡിവൈഡഡ് ബൈ തന്ന ലാംഡ എത്രയാടാ? ഇറ്റ് ഈസ് 6800. ആൻഡ് വൺ മോർ തിങ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 1 ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 10⁻⁻10 മീറ്റേഴ്സ് ആണ്. ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും ഇവിടെ? 10⁻⁻10 എന്ന് കിട്ടും. So by doing this one, we will get the answer
4.41 ഇൻറ്റു 10⁻14 നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോ ഇൻ സെക്കൻഡ് ഇൻവേഴ്സ്, കാരണം നമ്മൾ ഫ്രീക്വൻസി അല്ലേ കണ്ടത്, ഒന്നെങ്കിൽ നമുക്ക് ഹെർട്സ് കാണിക്കാം അല്ലെങ്കിൽ സെക്കൻഡ് ഇൻവേഴ്സ് കാണിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഓക്കെ, സോ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യം എന്താണ്? വി ഫൗണ്ട് ദ ന്യൂ സീറോ വാല്യൂ, ത്രഷോൾഡ് ഫ്രീക്വൻസി നമ്മൾ കണ്ടു. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വർക്ക് ഫംഗ്ഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ ആ വർക്ക് ഫംഗ്ഷൻ കൂടെ ഒന്ന് കാണാൻ പോവുകയാണ്. നമുക്കറിയാം വർക്ക് ഫംഗ്ഷൻ W0 ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ? എച്ച് ന്യൂ സീറോ ആണ്. ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ച വാല്യൂ എന്തിൻ്റെതാണ്? ഇറ്റ് ഈസ് ന്യൂ സീറോ ആണ്. സോ അതിലേക്ക് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. സോ വാട്ട് ഇസ് എച്ച്? എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? 6.626 ഇൻറ്റു 10⁻34 ജൂൾ സെക്കൻഡ്സ് ഇൻറ്റു 4.41 ഇൻറ്റു 10⁻14 ആണ്. സോ നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? വി ആർ ഗെറ്റിംഗ് ദ വാല്യൂ അറൗണ്ട് 2.92 ഇൻറ്റു 10⁻90. റെഡി? അത്രയും നമുക്ക് ജൂൾസിലാണ് വരിക. ഓക്കെ, വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ്സ് എ മിനിമം എനർജിയാണ്. ഓക്കെ, സോ ജൂളിൽ തന്നെ കാണിക്കാൻ വേണ്ടി പറ്റും. ഞാനിവിടെ ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടെണ്ണം കാണിച്ചു തന്നു ഓൾറെഡി. ഓക്കെ, സോ വൺ ആൻസർ ഈസ് ദിസ് വൺ, വർക്ക് ഫംഗ്ഷനുള്ള ആൻസർ ഇതാണ്. അനദർ വൺ ഇസ് ത്രഷോൾഡ് ഫ്രീക്വൻസിക്കുള്ള ആൻസർ, അതിവിടെയും ഉണ്ട്. ശരി, ഓക്കെ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2.13. What is the wavelength of light emitted when the electrons in a hydrogen atom undergoes transition from an energy level with n equal to 4 to an energy level n equal to 2? അവർ പറഞ്ഞിരിക്കുന്നത് n equal to 4 ലെവലിൽ നിന്നും n equal to 2 എനർജി ലെവലിലേക്ക് ഒരു ഇലക്ട്രോൺ ട്രാൻസിഷൻ നടത്തിക്കഴിഞ്ഞാൽ ആ സമയത്ത് പുറത്തുവിടുന്ന റേഡിയേഷൻ്റെ വേവ് ലെങ്ത് അറിയിച്ചിരിക്കുന്നത്. എന്നായത് നമുക്ക് നോക്കാം. എടാ, NCERT നമ്മൾ പഠിച്ച കാര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ ആസ് എ പാർട്ട് ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം നമ്മൾ പഠിച്ച ഒരു കാര്യമില്ലായിരുന്നടാ. അതായത് ഇലക്ട്രോൺസിൻ്റെ ട്രാൻസിഷൻ്റെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന റേഡിയേഷൻസിൻ്റെ വേവ് ലെങ്ത്ത് അഥവാ ലാംഡ അല്ലെങ്കിൽ ഫ്രീക്വൻസി, ഇതൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ ഇവർ പറഞ്ഞ കാര്യം n equal to 4 ലെവലിൽ നിന്ന് n equal to 2 ലെവലിലേക്ക് ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? ദേ ആർ ട്രാൻസിഷനിങ് അല്ലേ? സോ ഇവിടെ നമുക്ക് നോക്കാം. ദിസ് ഇസ് n equal to 4. അപ്പോൾ n equal to 4 എന്ന് n equal to 2ലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ എന്ത് റിലീസ് ചെയ്യും? ഇറ്റ് വിൽ എമിറ്റ് റേഡിയേഷൻസ് അല്ലേ? ആ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എനർജി എമിറ്റ് ചെയ്യുന്നത്. ആ റേഡിയേഷൻ്റെ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടത്. ശരി, നമ്മൾ പഠിച്ച കാര്യം എന്താ പറഞ്ഞാൽ രണ്ട് എനർജി ലെവലുണ്ട്. ഇത് ലോവർ എനർജി ലെവലിലാണെന്ന് വിചാരിക്കുക, ഇത് ഹയർ എനർജി ലെവലാണെന്ന് വിചാരിക്കുക. സോ ഇവിടുന്ന് ഒരാൾക്ക് മുകളിലേക്ക് പോകണമെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യും വേണം. അവിടുന്ന് താഴേക്ക് വരണമെങ്കിൽ എത്രയാണോ അബ്സോർബ് ചെയ്തത് അത്രയും എനർജി ഇൻ ദ ഫോം ഓഫ് റേഡിയേഷൻ അയാൾക്ക് എന്ത് ചെയ്യണം? എമിറ്റ് ചെയ്യുകയും വേണം. അത് നമുക്കറിയുന്ന ഡാറ്റ അല്ലേ? അപ്പോൾ അവിടെ നിന്നുള്ള ചോദ്യമാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് നേരെ നമ്മളെ പഠിച്ച ഇക്വേഷനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ എമിറ്റ് ചെയ്ത എനർജിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടുക? ഇറ്റ് ഈസ് ഈക്വൽ ടു -2.18 ഇൻറ്റു 10⁻18 ഇൻറ്റു 1/n1² -1/n2² എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയും പഠിക്കാം എന്ന് വെച്ചാൽ എനർജി ഈസ് ഈക്വൽ ടു 2.18 ഇൻറ്റു 10⁻18 ഇൻറ്റു 1/n ഇനീഷ്യൽ സ്ക്വയർ മൈനസ് 1/n ഫൈനൽ സ്ക്വയർ, അങ്ങനെയും ചെയ്യാം കേട്ടോ. രണ്ടിലും വ്യത്യാസം വെച്ചാൽ ഒന്നിൽ ഞാൻ സൈൻ നെഗറ്റീവ് കാണിച്ചെന്ന് മാത്രം, മറ്റതിൽ സൈൻ വന്നോളും പിന്നെ ലാസ്റ്റിലേക്ക് കേട്ടോ. ഇതിൽ ഞാൻ ആദ്യമേ കൊടുത്തു മാത്രം. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. ഇവിടുത്തെ കേസിൽ എടാ എൻ്റെ n1 വാല്യൂ എന്ത്, എൻ്റെ n2 വാല്യൂ എന്ത്? ഞാനിവിടെ എടുക്കാൻ പോകുന്ന കാര്യം ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവറിലേക്ക് വരുമല്ലേ, അഥവാ n equal to 4ൽ നിന്നും n equal to 2ലേക്ക് വരുവാണ്. സോ ഈ ഇലക്ട്രോണിൻ്റെ കേസിൽ ഞാൻ എടുക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെ നിന്നാണോ വന്നത് അതിനെ ഞാൻ n2 ആക്കി എടുക്കും, എവിടേക്കാണോ എത്തിയത് അതിനെ n1 ആക്കി എടുക്കും. സോ ഇതാണ് എൻ്റെ n1ഉം n2ഉം. നമ്മൾ ഈ ഇക്വേഷനിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് ദ ഇനീഷ്യൽ. അപ്പോൾ ഇവിടുത്തെ ni എന്ന് പറയുന്നത് എന്താ? 4 ആണ്. nf എന്ന് പറയുന്നത് എന്താ? 2 ആണ്. കാരണം അതല്ല ഫൈനലി അവിടെ എത്തിയത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇവിടേക്ക് ആ രൂപത്തിലെടുക്കണം. സപ്പോസ് ഇഫ് യു ആർ യൂസിങ് ദിസ് ഇക്വേഷൻ. റെഡി? ഓക്കെ, സോ നമ്മുടെ കേസിൽ ഈ ഇലക്ട്രോൺ വന്നത് എങ്ങോട്ടാ? 2ലേക്കാണ്. സോ നമ്മുടെ n1 വാല്യൂ ഏതാണ്? 2 ആണ്. സോ ഞാനിവിടെ 2 എന്ന് കൊടുക്കുവാണ്. ഓക്കെ, നെക്സ്റ്റ് അത് എവിടെ നിന്നാണ് വന്നത്? 4 എന്നല്ലേ വന്നത്. സോ ഞാൻ n2 equal to 4 എന്ന് കൊടുക്കുവാണ്. ശരി, ഇനി നമുക്ക് ചെയ്യേണ്ടത് നേരെ ആ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. സോ ദ ഇക്വേഷൻ വിൽ ബിക്കം എനർജി ഈസ് ഈക്വൽ ടു -2.18 ഇൻറ്റു 10⁻18 ഇൻറ്റു
1/2 സ്ക്വയർ മൈനസ് 1/4 സ്ക്വയർ എന്ന് ചെയ്യാം. ഓക്കെ, സോ നമുക്കിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യാം. സോ ഇവിടെ 4 സ്ക്വയർ 16 വരും, ഇത് 2 സ്ക്വയർ 4 വരും. സോ ഇവിടെ 16 മൈനസ് 4 നമുക്ക് എത്ര കിട്ടും? ഇവിടെ ഇറ്റ് വിൽ ബിക്കം 12/64 കിട്ടും. സോ ബൈ ഡൂയിങ് ദിസ് വൺ വി വിൽ ഗെറ്റ് ദ ആൻസർ ആൻഡ് ദ ആൻസർ വിൽ ബിക്കം മൈനസ് 4.0875 ഇൻറ്റു 10⁻⁻19 ജൂൾസ് കിട്ടും. ശരി, ഇതിനകത്ത് നമുക്കൊരു നെഗറ്റീവ് സൈൻ കാണാം. ഈ നെഗറ്റീവിൻ്റെ ഒരു മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെന്നല്ല. ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം എന്താ? ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് ഒരാൾ വരുവാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? റേഡിയേഷൻ എമിറ്റ് ചെയ്യും, അല്ലെങ്കിൽ എനർജി എമിറ്റ് ചെയ്യും ഇൻ ദ ഫോം ഓഫ് റേഡിയേഷൻസ്. അപ്പോൾ അവിടെ എനർജി റിലീസ് ചെയ്യുകയാണെന്ന് കാണിക്കാനാണ് നമ്മൾ എന്ത് ചെയ്തത്? ആ നെഗറ്റീവ് സൈൻ കാണിച്ചിരിക്കുന്നത്. കേട്ടോ, നമ്മളിപ്പോൾ എന്താൽപ്പിയൊക്കെ പറയുന്ന പോലെ തന്നെ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം. ശരി, ഇനി നമുക്ക് ചോദിച്ച ചോദ്യം എന്താ? വി ഹാവ് ടു ഫൈൻഡ് ദ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് എമിറ്റഡ്, അല്ലേ? അപ്പോൾ അതാ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച എനർജിയാണ്. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അവരുടെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാം. നമുക്കറിയുന്ന ഇക്വേഷനാണ് എനർജി ഈസ് ഈക്വൽ ടു hc/λ. ദെർഫോർ നമുക്കിനി ലാംഡ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഈ ലാംഡ ഇങ്ങോട്ട് എടുക്കുക, എനർജിയെ തിരിച്ച് ഇങ്ങോട്ടും കൊണ്ടുവരിക. ദെർഫോർ ലാംഡ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? hc/എനർജി എന്ന് കിട്ടും. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് hc? ഇറ്റ് ഈസ് 2 × 10⁻25. നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ട്രിക്കായിക്കൊണ്ട്. ആൻഡ് ദ എനർജി വാല്യൂ വാസ് 4.0875 ഇൻറ്റു 10⁻⁻19. ഓക്കെ, ഇവിടെ ഞാൻ നെഗറ്റീവ് സൈൻ കാണിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ വാല്യൂ ഈ പറയുന്ന 4.0875 ഇൻറ്റു 10⁻⁻19 ആണ്. അതിൽ നെഗറ്റീവിൻ്റെ മീനിങ് അത് എനർജി റിലീസ് ആക്കുന്നതാണ്, ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഓക്കെ, സോ when doing this one you will get the answer around 4.8631 into 10⁻⁻7 meters കിട്ടും. ഇനി നമുക്കിതിനൊന്ന് നമ്മൾ പൊതുവേ വേവ്ലെങ്ത്തൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അത് നാനോമീറ്ററിലൊക്കെയാണ് പൊതുവെ പറയാം. സോ നമുക്ക് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 486.31 ഇൻറ്റു 10⁻⁻9 മീറ്റേഴ്സ് നോക്കാം. ആൻഡ് നമുക്കറിയാം 10⁻⁻9 മീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അത് 1 നാനോമീറ്ററാണ്. ഈ ഒരു പോർഷനിൽ 10⁻⁻9 മീറ്ററിനെ നാനോമീറ്റർ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി എൻ്റെ വാല്യൂ എത്ര വരും? ഇറ്റ് വിൽ ബിക്കം 486 നാനോമീറ്റേഴ്സ് എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. സോ ഈ ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എനർജി ഈസ് ഈക്വൽ ടു -2.18 ഇൻറ്റു 10⁻⁻18 ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ, ഓർ എൽസ് യു ക്യാൻ യൂസ് 2.18 ഇൻറ്റു 10⁻⁻18 ഇൻറ്റു 1/n ഇനീഷ്യൽ സ്ക്വയർ മൈനസ് n ഫൈനൽ സ്ക്വയർ ചെയ്യാം. ഓക്കെ, രണ്ടായാലും നിങ്ങളുടെ ആൻസർ സെയിം ആയിരിക്കും കിട്ടുക. ഓക്കെ, ശരി.